ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു +916. സോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ എൻ്റേതാണ്, അത് കഴിഞ്ഞ് ബാക്കി ആളുകളുടെ കാര്യങ്ങളുമായിട്ട് വരാം. അപ്പോൾ 916 അതായത് മുക്കുപണ്ടം. അതെ, ഞാൻ അന്തസ്സോടെ പറയും, മുക്കുപണ്ടമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നഷ്ടമുണ്ടോ ആർക്കെങ്കിലും? മൂക്കുത്തി സ്വർണം, ഒരു ഡയമണ്ട് സ്വർണത്തിൽ ഒരു മൂക്കുത്തിയുണ്ട്. ഇത്രയേ ഉള്ളടേ സ്വർണം. നമ്മളൊക്കെ പാവങ്ങളല്ലേടേ, നിങ്ങളെ പോലെ ആസ്ട്രേലിയയിൽ പോയി ചതിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവരല്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഈ മുക്കുപണ്ടത്തിലേക്ക് വന്നൊരു കഥ നിങ്ങൾക്ക് ആദ്യം പറയാം. ഇത് എൻ്റെ മാത്രം വീഡിയോ, തുടക്കത്തിലേ ഞാൻ പറയുന്നു. അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോ കണ്ടുപോവുക. എന്നെക്കുറിച്ച് നിങ്ങൾ കുറച്ചൊക്കെ അറിയുന്നത് നല്ലതാണ്, അതുകൊണ്ട് മാത്രം. കഥ ഒരു 10-12 മിനിറ്റോളം നീരും. അതായത് ഞാൻ എങ്ങനെ ഈ മുക്കുപണ്ടത്തിലേക്ക് എത്തി എന്നുള്ള കഥ മാത്രം. പിന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ പറയത്തില്ല കേട്ടോ, വേറൊന്നും കൊണ്ടല്ല, അത് സോഷ്യൽ മീഡിയ ആഘോഷിക്കേണ്ട അങ്ങനെ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. കഥ എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഇതിലെ ഒരാൾ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ജീവനോടുണ്ട്. നിങ്ങൾക്ക് പോയി തിരക്കാം, ഓരോരുത്തരുടെയും സ്ഥലവും സംഭവങ്ങളും ഞാൻ പറഞ്ഞുതരാം, പോയി തിരക്കാം. സോ കഥയിലേക്ക് വരാം. അപ്പോൾ 2007 എൻ്റെ വിവാഹം കഴിയുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരിട്ടത് 20 പവൻ്റെ സ്വർണ്ണമാണ്. പിന്നെ ഒരു 1.5 ലക്ഷം രൂപ കയ്യിലും കൊടുത്തിട്ട് കയ്യിൽ കൊടുത്ത പൈസ അവരുടെ സഹോദരിയുടെ കല്യാണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് അവർ മറ്റേ സ്ത്രീധനമായിട്ട് നൽകാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റാതെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയ പൈസയാണ് അവരുടെ സഹോദരിയുടെ ആ സ്ത്രീധന തുകയുടെ കടം അവരന്ന് വീട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ പൈസയിൽ ഒരു പൈസ പോലും, 1.5 ലക്ഷം രൂപ പോലും ഒരു പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പകരം എൻ്റെയും ഈ എക്സ് ഹസ്ബൻഡായിട്ടുള്ള ആ വ്യക്തിയുടെയും പേരിൽ അന്നൊരു 16 സെൻറ്റ് വസ്തു എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വസ്തു ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതുവരെ അതിൻ്റെ അവകാശം എടുക്കാൻ പോയിട്ടില്ല, ബട്ട് ഐ വിൽ ഗോ. ഓക്കെ, അതാണ് എൻ്റെ വിവാഹത്തിന് തന്നത്. പിന്നെ ഇത് കൂടാതെ ഫ്രിഡ്ജ്, ബീറോ, കട്ടിൽ, അങ്ങനെയെല്ലാം. ഓക്കെ, സോ ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അമ്മ കല്യാണം കഴിഞ്ഞ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സോഫ്റ്റ് ഹാർട്ടഡാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ കരഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. ഇപ്പം ഞാൻ അതൊക്കെ മാറ്റിയിട്ടു. ഇപ്പം അമ്മ ഇല്ല ജീവനോട്, അമ്മ കരയാൻ അമ്മ ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയെ ഇവിടെ വലിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ. അപ്പോൾ എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് ഒരു 8 ദിവസം കഴിയുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും, ഡെയിലി വിളിക്കും. അപ്പോൾ 8-ന് ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വോയിസിൽ മക്കൾക്ക് അറിയാൻ കഴിയില്ല, അമ്മമാരുടെ വോയിസിൽ നനവ്. അപ്പോൾ അതറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മയോട് ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ, നിൻ്റെ സ്വർണത്തിന് കടം തന്ന ആൾ അപ്പോൾ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളങ്ങനെ വലിയ പണക്കാര കുടുംബമൊന്നുമില്ലടേ, വെറും മിഡിൽ ക്ലാസ്സാണ്. ഇപ്പോഴാണ് ഞങ്ങളെ കുറേ കടങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങളൊന്ന് തലനിവർത്തി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ വൈകിട്ട് വരാൻ പറയുന്നു പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു. ഞാനൊരു 11 പവൻ്റെ സ്വർണം അമ്മയ്ക്ക് വീട്ടാൻ വേണ്ടി കൊടുത്തയച്ചു. പിന്നെ ഒരു 5.5 മാസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇതിനിടയിൽ അമ്മയ്ക്ക് വയ്യാതെയാകുന്നു, അമ്മയ്ക്ക് ഷുഗർ കൂടി, അമ്മയ്ക്ക് വയ്യാതെയാകുന്നു, പൈസകൾ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ വീണ്ടും ഇങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന സമയത്ത് വീണ്ടും ഞാൻ ഒരു 5.5 പവൻ്റെ സ്വർണം കൊടുത്തു. ഇതൊന്നും എനിക്ക് തിരിച്ചെടുത്ത് തന്നിട്ടില്ല ഇതുവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, എൻ്റെ ബ്രദറിന് ഒരു 3 മഹീന്ദ്ര വാൻ ഉണ്ടായിരുന്നു. 3 മഹീന്ദ്ര വാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അയാൾ ഇച്ചിരി നല്ല ലെവലിൽ തന്നെയാണ് ഇരുന്നത്. പക്ഷേ പുള്ളിക്കാരെ കുറച്ച് അത് പൈസ ഇട്ട് കളിച്ചു, എല്ലാം പോയിട്ട് പുള്ളിക്കാരൻ എന്താ പറയുക, ഒരു വാന് കംപ്ലൈൻ്റ് ആയി നിന്ന സമയത്ത് എൻ്റെ ഒരു കാലിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു കൊലുസ്, 2 പവൻ്റെ സ്വർണ്ണ കൊലുസും, പിന്നെ കഴുത്തിലൊരു അട്ടിയൽ, പിന്നെ കാതിലൊരു കമ്മൽ, കഴുത്തിൽ കെട്ടിതാൽ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിൽ ഈ കൊലുസും ഈ പറയുന്ന അട്ടിയലും ഞാൻ ഇവന് കൊടുക്കുന്നു, എൻ്റെ ബ്രദറിന് കൊടുക്കുന്നു. അതും തിരിച്ചു തന്നിട്ടില്ല. അങ്ങനെ പിന്നെ മാലയും കമ്മലും ഉണ്ടായിരുന്നു. കമ്മൽ ഞാൻ തന്നെ പണയം വയ്ക്കുന്നു. അപ്പോഴാണ് എനിക്ക് മിനി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത് എൻ്റെ വിവാഹത്തിന് ശേഷം. ആ കുട്ടി, അത് എൻ്റെ ഹസ്ബൻഡൊക്കെ ആയിട്ട് ഞാൻ പിരിയുന്നതിന് മുമ്പാണ് കേട്ടോ. ഞാനിവിടെ ഒരു അയൽക്കൂട്ടത്തിൽ വരും, എൻ്റെ അമ്മയുടെ വീട്ടിൽ, അങ്ങനെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ. അപ്പോൾ അങ്ങനെ അയൽക്കൂട്ടത്തിന് വരുന്ന സമയത്ത് ആ അയൽക്കൂട്ടത്തിൽ ഒരു മെമ്പറാണ് ഈ കുട്ടി, പരിചയപ്പെട്ടു. അങ്ങനെ ഫോൺ നമ്പേഴ്സ് കൈമാറി അങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ ഹസ്ബൻഡ് മരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയോട് കൂട്ടുകൂടിയത്, പാവം അല്ലേ എന്നുള്ളതിൽ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനുള്ള അതേ അസുഖം തന്നെയാണ്, മോക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും. എനിക്കൊരാൾ ആ സമയത്തൊക്കെ ഒരാൾ സഹായം ചോദിച്ചാൽ ഞാൻ ഇല്ലെങ്കിൽ കടം വാങ്ങി കൊടുക്കും, ആ ടൈപ്പാണ്. അങ്ങനെ എൻ്റെ കെട്ടുമാല ഊരി പണയം വെച്ച് ഞാൻ പൈസ കൊടുത്തു, 10,000 കൊടുത്തു. പിന്നെ ഒരു 6 മാസത്തോളമായി കുട്ടി പിന്നീട് എന്നെ വിളിക്കാറില്ല, എൻ്റെ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ അമ്മയുടെ നമ്പർ ഉണ്ടായിരുന്നു, അമ്മയും ഈ ആൾക്കൂട്ടത്തിൽ വരുന്നതായിരുന്നു. അങ്ങനെ അമ്മയുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോഴാണ് നമ്മളറിയുന്ന ഈ കുട്ടി നമ്മളെ പറ്റിച്ചു എന്ന്. അതായത് ആ കുട്ടിയുടെ വീട് ധനുവച്ചപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്, മിനി എന്നാണ് പേര് കേട്ടോ.
അപ്പോൾ ആ കുട്ടി എന്നെ പറ്റിച്ചതാണ്. ആ കുട്ടിയുടെ കൊച്ചിന് ഒരു അസുഖവും ഇല്ലായിരുന്നു, കള്ളം പറഞ്ഞാണ് ഇവളെൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞു. സോ അങ്ങനെ നമുക്ക് അറിയുമ്പോൾ തന്നെയല്ലേ നമുക്കറിയാമല്ലോ ഇനി ആ പൈസ നമുക്ക് കിട്ടത്തില്ല എന്ന്. സോ അങ്ങനെ പോയി കേട്ടോ ആ പൈസ. പിന്നെ ഞാൻ ആ മാലയും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ലേലത്തിലായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, പിന്നീട് 2010 എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ പിരിയുന്നു. അടി ബഹളങ്ങൾ, ഞാൻ പിരിയുന്നു എക്സ് ഹസ്ബൻഡുമായിട്ട്. പിരിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോലിക്ക് ഇറങ്ങി. 2009 എൻ്റെ മകൾ ജനിച്ച്. 2010 എൻ്റെ മകൾ 2009 സെപ്റ്റംബറിൽ ജനിക്കുന്നു. ഞാൻ 2010 ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും ജോലിക്ക് കയറി. പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് വേണാടെന്ന് പറയുന്നൊരു ചിട്ടി ഫണ്ടിൽ ഞാൻ ജോലിക്ക് കയറി. അപ്പോൾ ജോലിക്ക് കയറിയതോടുകൂടി എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി. പിന്നെ എല്ലാ മാസവും നല്ലൊരു സ്റ്റാഫ് എന്നുള്ള പേര് എനിക്ക് അവിടെ നിലനിർത്താൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ആ ബ്രാഞ്ചിൽ നിന്ന് ഒരു സാറ് അവിടുന്ന് മാറി കുലശേഖര. അപ്പം ഞാൻ ഈ പാറശാലയാണ് വർക്ക് ചെയ്യുന്നത്. കുലശേഖരം എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു ചിട്ടി ഫണ്ട് മാസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മാസം എന്ന് പറയുന്ന ചിട്ടി ഫണ്ടിൽ ഈ സാർ പോയി കയറി. അപ്പോൾ ഈ സാർ എന്നെക്കുറിച്ച് അവിടെ പറഞ്ഞു, അതുപോലെ പാറശാല വേണാടെന്ന് പറയുന്ന ചിട്ടി ഫണ്ടിൽ ഒരു കുട്ടിയുണ്ട്, സനുജ എന്നാണ് പേര്, ടാലൻറ്റഡ് ആണ്, പുള്ളിക്കാരിക്ക് ക്യാൻവാസിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് അവളെ ഇവിടെ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ റോസമ്മ മാഡം മാസ് ചിട്ടി ഫണ്ടിൻ്റെ മാനേജറാണ്, സ്വന്തമാണ്, മാഡത്തിൻ്റെ സ്വന്തമാണ് ചിട്ടി ഫണ്ട്. അപ്പം മാഡം എന്നെ വിളിക്കുകയും അങ്ങനെ എന്നോട് ജോലിക്ക് പോകാൻ ചോദിക്കുകയും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം എനിക്കിവിടെ റിസൈൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എനിക്കിവിടെ ഇപ്പോൾ നിയർലി 17,000 ക്യാഷ് കിട്ടുന്നുണ്ട് മന്ത്ലി, 17,000. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കിത് ഈ പൈസ വളരെ അത്യാവശ്യമാണ്, എനിക്ക് ജോലി വിടാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി, ഞാനിതിവിടെ കേരള സൈഡാണ് വർക്ക് ചെയ്യുന്നത്, സോ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ തമിഴ്നാട് സൈഡ് ഞാൻ വർക്ക് ചെയ്യാം, ബട്ട് യു ഹാവ് ടു ഗിവ് മീ മണി എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം എന്നെ ഓക്കെ ആ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകില്ല, വൈകിട്ട് കളക്ഷൻ കൊണ്ടടയ്ക്കാൻ പോകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ജോലിക്ക് കയറുകയും പിന്നെ എനിക്ക് മന്ത്ലി ഒരു 30,000 27,000 രണ്ടിടത്തിലും കൂടെ കിട്ടാനായി. പിന്നെ വൈകിട്ട് ഇത് എല്ലാം കഴിയുമ്പോൾ 7:30 ആകുമ്പോൾ നമ്മുടെ കളിയിക്കാവിളിയിൽ ജോൺസൺ ബേക്കറി, അതിലെ അണ്ണനെ ഞാൻ മിനിഞ്ഞാന്ന് കണ്ടപ്പോഴും എന്നെ ടീച്ചറേന്ന് വിളിച്ച് സംസാരിച്ചു. ഐ എം റിയലി ഹാപ്പി അതിൽ. അപ്പോൾ നിങ്ങൾക്ക് കളിയിക്കാവിള ജോൺസൺ ബേക്കറി ഒന്നും ആരും പൊളിച്ചിട്ട് പോയിട്ടില്ല, അവിടെ പോയി മൂന്നാമത്തെ അണ്ണൻ മോഹൻദാസ് എന്ന് പറയുന്ന അണ്ണനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ മതി. അവരാണ് എന്നെ അവരുടെ വീട്ടിൽ, അവരുടെ 3 പേരുടെ മക്കൾക്കും 3 പേരുടെ മക്കളായിട്ട് 8 പേരുണ്ടായിരുന്നു. ഈ 8 കുട്ടികൾക്കും ട്യൂഷൻ എടുത്ത ടീച്ചറാണ് ഞാൻ. അപ്പോൾ 7:30 തൊട്ട് രാത്രി 9:30 വരെ ഞാൻ അവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് 2011 ഞാനൊരു ആക്റ്റീവ വണ്ടി എടുക്കുന്നത്. അങ്ങനെ ഇത് ഇച്ചിരി സമയമാവും കേട്ടോ ഈ കഥകൾ പറയാൻ. ഞാൻ ഈ ബുക്ക് മണ്ഡലത്തിലെത്തിയ കഥ ഞാൻ പറയാം. അപ്പോൾ 2011 ഞാനൊരു ആക്റ്റീവ എടുക്കുകയും ആക്റ്റീവ എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന മാതിരി ഈ കളക്ഷനൊക്കെ പോകാൻ, അപ്പോൾ 2 ഓഫീസിലെ എനിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എളുപ്പമായി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2011 തന്നെ എൻ്റെ വണ്ടി ആരെങ്കിലും ഓവർടേക്ക് ചെയ്ത്, ഞാൻ ഓവർടേക്ക് ചെയ്താൽ ഓക്കെ, ബട്ട് ഈ ഓവർടേക്ക് ചെയ്തിട്ട് ഈ ഫ്രണ്ടിൽ കിടന്ന് എസ്സും മൊയ്യൊക്കെ അടിച്ച് എന്നെ ഒരുമാതിരി എന്താ പറയുക, നമ്മളൊരുമാതിരി ചൊറിയൂലേ, അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ഞാൻ ഇച്ചിരി അത്യാവശ്യം ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. 90 കിലോമീറ്റർ വരെയൊക്കെ സ്പീഡിലൊന്നും പോകാനുള്ള ഭയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. 80 to 90 ഞാൻ നിൽക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പയ്യൻ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഒരു വണ്ടിയിൽ ഒരു ബൈക്കിൽ, അപ്പോൾ ആ ബൈക്ക് കണ്ടപ്പോൾ എനിക്ക് പരിചയം, ആ ബൈക്കിൻ്റെ നമ്പർ പരിചയം. അങ്ങനെ ഈ ബൈക്ക് എന്നെ ഇങ്ങനെ, എന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല, 6 ബൈക്ക് പിടിയും കിട്ടുന്നില്ല, എന്നെ ഇട്ട് കുറേ ഇതാക്കുന്നു. കുലശേഖരം മുതൽ, എവിടുന്ന് കുലശേഖരം മുതൽ പാറശാല വരെ എന്നെ ഇതാക്കി. അപ്പം ഞാൻ പിന്നീട് പാറശാല എത്തിയപ്പോഴത്തേക്ക് ഹായും ബൈയും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വന്നു. പക്ഷെ പുള്ളിക്കാരനെ എനിക്ക് കാണാനില്ല, ആ കണ്ണ് ഓർമ്മയുണ്ട്, ആളെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പാറശാല തന്നെ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അജി അണ്ണൻ എന്ന്, വേണാടിലെ കസ്റ്റമർ. അപ്പോൾ അജി അണ്ണൻ പാറശാല പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു കുഴിക്കാത്തിരിക്കുന്ന കടയാണ് കേട്ടോ, പലചരക്ക് കട. ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാം. അപ്പോൾ ഈ അണ്ണൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഈ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അണ്ണാ ഇവരെ അറിയാവോ എന്ന് ചോദിച്ചു. ഈ നമ്പറുള്ള വണ്ടി അറിയാവോ, ഇന്നെന്ന് ഇച്ചിരി പിടിപാടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അണ്ണൻ പറഞ്ഞു, ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇന്നതുപോലെയാണ് സംഭവം, എനിക്ക് ആൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ ഞാൻ വഴക്കിനൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അണ്ണൻ പറഞ്ഞു, ഓക്കെ ഞാൻ എടുത്തുതരാം. പിറ്റേന്നാൾ എന്നോട് ചോദിച്ചു, എടാ വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അണ്ണാ, എന്ത് അല്ല, നീ ഇങ്ങനെ നമ്പർ കൊണ്ട് തന്ന ആളെ നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള പയ്യനാണ്, പൊടിയൻ എന്നാണ് പേര്. പൊടിയനോ? ഞാൻ ഈ നമ്പർ മേടിച്ചു. ഈ പൊടിയൻ ആരെന്നറിയണമല്ലോ നമുക്ക്. അങ്ങനെ നമ്പർ മേടിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആ നമ്പർ ഓൾറെഡി എൻ്റെ ഉണ്ട്. ബിക്കോസ് അയാളും നമ്മുടെ വേണാട് ചിട്ടി ഫണ്ടിൽ ഒരു കസ്റ്റമറാണ്. പേര് അജി എന്നാണ്, അവൻ്റെ ഭാര്യയുടെ പേര് രമ്യ എന്നാണ്. അങ്ങനെ ഞാൻ ഇവരുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അജിയോട് പറഞ്ഞു, അജി നീ അല്ലാതെ, എനിക്ക് ആ കണ്ണ് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇത് നിൻ്റെ കണ്ണല്ലാതെ, അതാരെന്ന് പറയുന്നത്. അങ്ങനെ അവൻ്റെ ഭാര്യയാണ് എന്നോട് പറഞ്ഞത്, അത് നസീബ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഫ്രണ്ടാണ്, ഉദയംകുളങ്ങരയാണ് വീട്, അവരുടെയൊക്കെ വീട് ഇപ്പോഴും എനിക്കറിയാം കേട്ടോ. അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആ അവിടുന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെടുന്നു. ഞാൻ, അജി, രമ്യ,
നസീബ്, പിന്നെ ഇവരുടെ കൂട്ടുകാരൻ ഒരു അനിൽ രാജിൻ്റെ വീട് പരശുവയ്ക്കലാണ്. അങ്ങനെ ഈ ഒരു കൂട്ട് രൂപപ്പെടുകയും ഹാപ്പി ആയിട്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡുമായിട്ട് 2010 പിരിഞ്ഞല്ലോ. പിരിഞ്ഞ് നിൽക്കുന്ന സമയം മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഞാൻ ചിരിക്കത്ത് പോലുമില്ല. അപ്പോൾ ഇവരെന്നെ ചിരിപ്പിച്ചു എന്ന് പറയാം. 2 വർഷം എൻ്റെ സങ്കടങ്ങൾ ഞാൻ മറന്നു, 2012 വരെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വണ്ടിയിൽ ഞങ്ങൾ വർക്കല ബീച്ചിൽ പോയി. ഞങ്ങൾക്ക് 3 പേർക്കും വണ്ടിയുണ്ട്. വണ്ടിയിൽ ദോസ്തെന്നാണ് ഞങ്ങൾ പേരടിച്ചിരിക്കുന്നത്. അങ്ങനെ അത്ര ഒരു കട്ട ഫ്രണ്ട്ഷിപ്പ്. ഈ ഗ്രൂപ്പിൽ എന്നെ തലൈവിന്ന് വിളിക്കും, അജിയെ തലൈവാന്ന് വിളിക്കും. ആ ഒരു ഇത് അത്ര അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് 2012 ജനുവരി മാസത്തിൽ ഞാൻ വിസ നോക്കുന്നുണ്ടായിരുന്നു വിദേശത്തോട്ട് പോകാൻ. അപ്പോൾ എനിക്ക് വിസ എനിക്ക് പാസ്പോർട്ടൊക്കെ വന്നു 2012 എനിക്ക് വിസ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന മാതിരി ജനുവരി മാസം 5-ാം തീയതി, ഞാൻ 2011 ഫെബ്രുവരിയിലാണ് എൻ്റെ വണ്ടി എടുക്കുന്നത്. ജനുവരി മാസം 5-ാം തീയതി നസീബ് എൻ്റെ അടുത്ത് വണ്ടി വേണമെന്ന് പറഞ്ഞു വൈകിട്ട്. ഞാൻ വണ്ടി കൊടുത്തു. അപ്പോൾ ബാക്ക് ടയർ കുറച്ച് മുട്ടയായിരുന്നു. അപ്പോൾ ഞാൻ പറയുക ആ ടയർ ബാക്ക് മുട്ടയാണ്, സൂക്ഷിച്ചോണം. അപ്പോൾ എന്നോട് പറഞ്ഞു, 11 വർഷം ഞാൻ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട്, നീ എന്നെ പഠിപ്പിക്കേണ്ട. എൻ്റെ മുമ്പിൽ തന്നെ ഇവൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിച്ചു. അപ്പോഴാണ് ഞാൻ ഈ വിളിച്ച് പറയുന്നത്, എടാ വണ്ടി ബാക്ക് ടയർ മുട്ടയാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഞാൻ 11 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ്, നീ വലിയ ആളാവണ്ടെന്ന്. ഞാൻ വിട്ടു. 7:30 മണിക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് എൻ്റെ വാങ്ങിച്ചുകൊണ്ടുപോയ വണ്ടിയാണ്. 7:30, 8:30, 9, 10 ഫോൺ എടുക്കുന്നില്ല ആരും. അങ്ങനെ 11:15 കഴിഞ്ഞപ്പോഴത്തേക്കും അജി എൻ്റെ ഫോൺ എടുക്കുകയും, അജി ഫോൺ എടുത്തിട്ട് സനു വണ്ടി ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്ക് അവന് ബോധമില്ലായിരുന്നു ഒരു 3 മണിക്കൂറോളം. അങ്ങനെയാണ് ഫോൺ എടുക്കാതിരുന്നത്. പിന്നെ നസീബ് എവിടെ ചോദിച്ചപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വണ്ടി എന്നിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് മാത്രമല്ല, വണ്ടി എവിടെ വെച്ചാൽ ആക്സിഡൻ്റ് ആയെന്ന് പോലും ഇവർക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രജിത്ത്, എൻ്റെ വെൽവിഷർ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ സോള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അവനെ ഞാൻ വിളിക്കുകയും അവനുമായിട്ട് പിറ്റേ ദിവസം എൻ്റെ വണ്ടി ഞാൻ തേടി പോവുകയും, കളിക്കവള മുതൽ പാറശാല കുറുങ്കുട്ടി വരെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ എൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു എന്താ പറയുക അസ്ഥി കൂടെ ഇരിക്കുന്ന രീതിയിൽ. പക്ഷേ എനിക്ക് എല്ലാവരും പറഞ്ഞു ഈ വണ്ടി കാരണം അതിൻ്റെ നടുവെന്ന് പറയുന്ന ആ സംഭവം, എൻ്റെ ഹാൻഡിൽ സൈഡ് മുഴുവനും പോയി, ഹെഡ്ലൈറ്റ് പോയി, ഫ്രണ്ട് മൊത്തം പോയി. എല്ലാവരും ഈ വണ്ടി കളഞ്ഞിട്ട് പുതിയതെടുക്കാൻ പറഞ്ഞു. ഞാൻ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ വണ്ടിയോട് അറ്റാച്ച്മെൻറ്റ് 916 നമ്പറാണ് അതിൻ്റെത്. അതാണ് എൻ്റെ ഈ ചാനലിലെ 916. ദെൻ എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ ഇത്രയും ആക്സിഡൻറ്റ് നടന്നത് എല്ലാം പോയിട്ട്, എല്ലായിടത്തും കുറേ പെയിൻ്റൊക്കെ പോയിട്ടും എൻ്റെ മകളുടെ പേര് എഴുതിയതും എൻ്റെ ഒരു കൃഷ്ണൻ്റെ പടം ഞാൻ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പടം സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട്. ഇത് 2 ഡാമേജ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ചിലതിനോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകും. ആ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഞാൻ ആ വണ്ടി കളയില്ലത്. അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വണ്ടി കേട്ടോ. അങ്ങനെ ഈ വണ്ടി 59,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച വണ്ടി 29,400 മുടക്കി ഞാൻ വീണ്ടും ഷോറൂമിൽ കൊടുത്ത് നന്നാക്കി എടുത്തു. അതിൽ ക്ലെയിമായി എനിക്ക് 10,000 കിട്ടി. 10,000 ഞാൻ നസീബിന് തന്നെ കൊടുത്തു. കാരണം നസീബ് ആ സമയത്ത് നടക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. ഒരു 6 മാസത്തോളം പുള്ളിക്കാരൻ കിടപ്പിലായി. അപ്പോൾ ഞാൻ ഈ സിംഗപ്പൂർ പോണതിന് മുമ്പ് സ്ഥിരം അവൻ്റെ വീട്ടിൽ ഞാൻ പോവുകയും അവനെ പിടിച്ച് എന്താ പറയുക, അവൻ നടക്കില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യില്ലടാ, അതിൻ്റെ ലൈഫ് തീർന്നില്ല. ഒന്നാമത് വണ്ണമായിരുന്നു, കുറേ കൂടി വണ്ണമായി കിടപ്പിലായപ്പോൾ. അപ്പോൾ വണ്ണമായപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലായിരിക്കുമ്പോൾ നിനക്ക് പറ്റുമെന്ന് പറഞ്ഞ് നമ്മളവനെ മുന്നോട്ട് കൊണ്ടുവരും. ഞാൻ മാത്രമല്ല കേട്ടോ, അജി, അനിൽ രാജി, എല്ലാവരും ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനുവരി മാസത്തിൽ എൻ്റെ വിസ ക്ലിയറായി വരുന്നത്. ജനുവരി 5 ആക്സിഡൻ്റ് ആയി, ഒരു 23-ാം തീയതി എങ്ങാണ്ട് എൻ്റെ വിസ ക്ലിയറായി വരുന്നു. അങ്ങനെ വിസ ക്ലിയറായി തന്ന് എനിക്ക് 29-ാം തീയതി കയറണം. ഞാൻ 29 കയറി. പിന്നെ ഒരു 1 ഇയർ വർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൈസ സമ്പാദിച്ചു. ഏകദേശം 4 ലക്ഷം രൂപയോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം കാണുകയും, അപ്പോൾ നസീബ് നടക്കാൻ പറ്റും, വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നസീബിന് അധിക സമയം നിൽക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ വീണ്ടും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കൂട്ടുകൂടുകയും, അപ്പോൾ ഇത് 2013-14 കാലഘട്ടങ്ങളിലാണ് കേട്ടോ, കൂട്ടുകൂടുകയും പിന്നീട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എന്നെ ഒരു ദിവസം അജി വിളിക്കുന്ന പെട്ടെന്ന്. ഞങ്ങളിവിടെ പാറശാലയിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ അതൊരു കുഴിമന്തി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അങ്ങനെയല്ല, ഒരു കൂര പോലെ കെട്ടിയ ഈ ഹട്ട് മാതിരി കെട്ടിയ കൊച്ചിതായിട്ട് കെട്ടിയ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് സ്ഥിരം കൂടാറ്. അപ്പോൾ അജി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, തലവി നീ പെട്ടെന്ന് വാ, നമുക്ക് വൈകിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം സംസാരിക്കണമെന്ന്. അങ്ങനെ ഒരു 7 മണിയോടുകൂടി ഞാൻ അവിടെ പോവുകയും, അപ്പം ഞാൻ സിംഗപ്പൂർ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും അജി എന്നോട് പറഞ്ഞിടാ, നസീബിന് നിൽക്കാനൊന്നും പറ്റത്തില്ല, ഇപ്പോൾ നീ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യും, നീയും ഇനി തിരിച്ചു പോകണ്ട, നമുക്ക് എല്ലാവരുടെ കയ്യിലുള്ള പൈസ ഷെയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു കട തുടങ്ങാം. അപ്പോൾ അവൻ അവിടെ ഇരിക്കാം, നീ പഴയതുപോലെ ചിട്ടി ഫണ്ടിൽ പോകും, നീ അപ്പോൾ നിനക്ക് നാട്ടിൽ നിൽക്കാൻ, നിൻ്റെ മോളുടെ അടുത്ത് നിൽക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് 3.5 വയസ്സായി കഴിഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും അത് ആലോചിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏകദേശം 3 ലക്ഷത്തോളം രൂപയും അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസകളും, അങ്ങനെ അവർ കുറച്ചാണ് ഇട്ടത്, എന്നെക്കാളും കുറച്ച് പൈസയാണ് അവരിട്ടത്.
അങ്ങനെ എല്ലാം കൂടി എടുത്ത് നമ്മൾ പാറശാലയിൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ദോസ്ത് എന്നൊരു കട തുടങ്ങി. സത്യം പറഞ്ഞാൽ 3 മാസം കൂട്ടുകാരുടെ ചതി അവിടെ നിന്നാണ് എനിക്ക് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എന്നെ ചതിച്ചു എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ചതിച്ചു. പിന്നീട് ആ കടയുടെ അഡ്വാൻസ് കൊടുത്തത് ഞാനാണ്. എന്നിട്ട് ആ അഡ്വാൻസ് പൈസ തിരികെ വാങ്ങിയത് പോലും എനിക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ്, ഞാൻ വാങ്ങി വെച്ച ജ്യൂസർ, ഗ്യാസ് എല്ലാം, ഗ്യാസ് എന്ന് വെച്ചാൽ ഗ്യാസ് അല്ല, മറ്റേ ഈ പമ്പിങ് സ്റ്റവ് ഉണ്ടല്ലോ, അത് എല്ലാം കൊണ്ടുപോയി. ഞാൻ പരാതി പറയാൻ നിന്നില്ല, സങ്കടം കാണിക്കാൻ നിന്നില്ല. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ടാക്കി. അങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സഹായിച്ച് മുക്കുപണ്ടത്തിലേക്ക് എത്തിപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. സോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹായിക്കണം എന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. പക്ഷേ എൻ്റെ ഇല്ലടോ സഹായിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഈ അവസ്ഥ മാറും. അപ്പോഴും ഞാൻ ഈ പറയുന്ന മാതിരി പിന്നെ ഈ മുക്കുപണ്ടം എന്ന് പറയുന്നത് എനിക്ക് ഇന്നോ ഇന്നലെ ഉള്ളതല്ല. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ എൻ്റെ കാത് കുത്തിയത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, എൻ്റെ 10 വയസ്സിലാണ്. എൻ്റെ വീട്ടുകാർ പാവപ്പെട്ടവരായിരുന്നു. എനിക്കത് പറയുന്നതിൽ നാണക്കേടൊന്നുമില്ല. വി ആർ ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. അതിൻ്റേതായ പ്രാരാബ്ധങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന ഇവരൊക്കെ പറയുന്നു ഞാൻ വേശ്യയാണ്, ഞാൻ ആണുങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവളാണ്. എടോ നിങ്ങളൊന്ന് ചിന്തിക്കുകയോ, ഒരു സ്ത്രീ വേശ്യയാണെങ്കിൽ കാശ് കൊടുത്താണ് സ്വന്തം ശരീരം വിൽക്കുക അല്ലേ? എങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പണക്കാരിയാവില്ലേടോ? ഒരു സ്ത്രീ ആളുകളെ പറ്റിക്കുന്നവളാണെങ്കിൽ ഞാൻ പറ്റിച്ച എല്ലാവരിലും കൂടി എനിക്കിപ്പോൾ ഒരു കോടീശ്വരി ആവുമല്ലോ. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലടോ. അപ്പോൾ ഇങ്ങനെയാണ് 916 സനു എന്ന് പറയുന്നത്. സോ എനിക്ക് ഇപ്പോഴും ആത്മാഭിമാനത്തോടെ പറയാം, ഞാൻ 916 സനു തന്നെയാണ്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, ആരും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. സോ ഇതാണ് 916 സനു. മുക്കുപണ്ടം എന്ന് പലരും പറയുമ്പോഴും 916 ആയി തുടരുന്നതിന് പിന്നിലെ രഹസ്യം. എത്രയൊക്കെ ദാരിദ്ര്യമുണ്ടെങ്കിലും എൻ്റെ ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് ഒരു തൊഴിലിൽ ഞാൻ പോയിട്ടില്ല, ഇനിയോട്ട് പോവത്തുമില്ല. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു ഓൾ.